ഹലോ നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണെന്താ അറിയോ? ഉണക്കമുന്തിരി വെച്ചിട്ടേ ഒരു അടിപൊളി വൈന്. നമ്മളതിൽ ഷുഗർ ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ കഴിഞ്ഞ ദിവസം സ്ട്രോബെറി വെച്ചിട്ടൊരു വൈൻ ചെയ്തിരുന്നു. നമ്മളതിൽ ഷുഗറൊക്കെ സാധാരണ നമ്മൾ ഉണ്ടാക്കണ മാതിരി ഷുഗറൊക്കെ വെച്ച് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ അവർ പറഞ്ഞു ഷുഗർ ഇല്ലാതെ ഒന്ന് ഉണ്ടാക്കി നോക്കാമോ. അപ്പം നമുക്ക് ആ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ ഇല്ലാതെ ഒന്നുണ്ടാക്കി നോക്കാം വൈന്. ഓക്കെ, കറുത്ത ഉണക്കമുന്തിരി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. വെള്ളത്തിട്ടേ നമ്മൾ 2 പ്രാവശ്യം കഴുകിയെടുക്കണം. ഓക്കെ, നമ്മൾ 1 കിലോ ഉണക്കമുന്തിരിയായി നമ്മളെന്താ ചെയ്യേണ്ടത്? തിളച്ച വെള്ളമല്ല, ചൂടുവെള്ളം മതി കേട്ടോ. ചൂടുവെള്ളം എടുത്തിട്ട് നന്നായിട്ട് 2 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം. കണ്ടോ, അതിൽ നിറച്ച് ചെളിയൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ 1-2 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് കണ്ടോ, നമ്മുടെ മുന്തിരി നമ്മൾ ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മിക്സിയിലിട്ടിട്ടേ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുത്തി ഇതാക്കേണ്ടി വരും. അതിനൊക്കെ നല്ല നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഭരണിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ നമുക്ക് ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കാം കേട്ടോ. നമ്മളെന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് ചെറിയ ഭരണിയാണ്, നമുക്ക് അതിലുണ്ടാക്കിയാൽ പോരാ. അപ്പോൾ നമ്മൾ മിക്സിയിൽ നിന്ന് ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളത് മിക്സിയിലിട്ട് ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ആദ്യം പാത്രത്തേക്ക് ഇടാം. നമുക്ക് ബാക്കിയെല്ലാം കൂടി ഇതേമാതിരി ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അത് നമ്മളിതെല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളെ തിളപ്പിച്ച് ആറിയ വെള്ളം നമ്മളെടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ മുന്തിരിക്ക് 2 ലിറ്റർ വെള്ളം, അങ്ങനെയാണ് നമ്മുടെ കണക്ക് കേട്ടോ. നമ്മളിത് തണുപ്പിച്ച് ആറിയ വെള്ളം നമ്മൾ കൊടുന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ 2 ലിറ്റർ വെള്ളം ഇതിലൊഴിച്ചിട്ട് കണ്ടോ ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇതുണ്ടോ, ഇത്ര മതി, ഒരു ഗ്രാമ്പും പട്ടയും അത് ഇതിലിട്ട് കൊടുക്കുക. കുറച്ച് നമ്മളുടെ ഒരു 3 ടീസ്പൂൺ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം? 3 ടീസ്പൂണ് നമ്മുടെ ഗോതമ്പ്, അതും കൂടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് വെക്കുക. ഒക്കെ റെഡിയായി. നമ്മളപ്പോൾ ഫൈനലൈസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുറച്ച് ഈസ്റ്റ്, കണ്ട നമ്മൾ ഈ പാക്കറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ പകുതി മതി കേട്ടോ, കുറച്ച് മതി ഈസ്റ്റൊക്കെ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തേക്കാം. നമ്മളിതൊരു അടച്ചിട്ട് തുണി കൊണ്ട് കെട്ടി വയ്ക്കുക. നമുക്ക് 21 ദിവസം കഴിഞ്ഞിട്ട് ഇത് എടുക്കാം. അപ്പോഴേക്കും വൈന് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈസ്റ്റും എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിതിന് പറ്റിയൊരു പാത്രത്തിൻ്റെ അടപ്പ് ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ അടപ്പെടുത്തിട്ട് ഇതിനെ അടച്ച് വയ്ക്കുക. ഉണ്ടാ, അതിൽ ഇറങ്ങിയിരിക്കണം. നമ്മൾ ഒരു ടവലെടുത്തിട്ട് കെട്ടി വെക്കണം കേട്ടോ. എന്താ, അപ്പോൾ നമ്മളുടെ ഉണക്കമുന്തിരി ഇട്ട വൈന്, ഉണക്കമുന്തിരി കൊണ്ട് ഉണ്ടാക്കിയ വൈന് ഓൾമോസ്റ്റ് 21 ഡേയ്സ് കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അല്ലേ, അതെങ്ങനെയുണ്ടെന്ന്. നമ്മൾ അന്ന് കെട്ടിച്ചാട്ടോ, അതിൻ്റെ ഇടയിൽ നമ്മൾ അഴിക്കലൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെയായിട്ട്. എങ്ങനെയുണ്ട് നോക്കി നോക്കാം എന്തായാലും. അപ്പോൾ നമ്മളിത് തുറന്നു നോക്കാം കേട്ടോ. നമുക്ക് ഒരു അയവ നോക്കി തെളിഞ്ഞിരിക്കണല്ലേ. നമുക്കിത് എടുത്ത് നോക്കാം കേട്ടോ. നോക്കി അയവ
നമ്മുടെ വൈന് നമുക്കിതിൽ ഒന്ന് അരിച്ചെടുക്കാം അല്ലേ. ഒന്നുമില്ല എന്നാലും ഒരു കുപ്പി നിറച്ചും വൈന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഇരിക്കണേ. ഇനി നമ്മളൊരു കുറച്ച് നേരം കഴിയുമ്പോൾ, കുറച്ച് നേരം മനസ്സിൽ ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് ക്രിസ്റ്റൽ ക്ലിയർ പോലെ ഇരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കി നോക്കാം അല്ലേ. അപ്പം ശരിക്കും നമ്മുടെ മുന്തിരി ജ്യൂസിൻ്റെ മാതിരിയാണ് കേട്ടോ അതിലിരിക്കുന്നത്. കുറച്ച് നേരം വെക്കണം, അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. കണ്ടോ, ടേസ്റ്റ് നോക്കി നോക്കാം. ഒരു കള്ളൊക്കെ കുടിക്കണ മാതിരി തന്നെ ഉണ്ട്. നമ്മളിത് എന്താ വെച്ചാൽ മധുരമൊന്നും ചേർക്കാത്തോണ്ടേ ശരിക്കും ഒരു കള്ള് കുടിക്കണ മാതിരി. ഇത് കൂടെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ചെറിയതായിട്ടൊരു എരിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിത് രാവിലെയാണ്, നമുക്കധികം കുടിക്കാൻ പറ്റില്ല. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് കുടിച്ച് നോക്കായിരുന്നു. ഇപ്പോൾ ജോലിക്ക് പോകണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഉണക്ക മുന്തിരി കൊണ്ടുള്ള വൈന് റെഡി ആയി കേട്ടോ. താങ്ക് യു.